ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഓണം എന്ന് പറയുന്ന ഉത്സവക്കാലം. അപ്പോൾ ഓണ വിഭവങ്ങളൊക്കെ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ശൈലിയിലെ ഓണ വിഭവങ്ങളൊക്കെ അല്ലേ നിങ്ങൾ കണ്ടത്. ഇനി ഈ ഭാഗത്തേക്കുള്ള കാര്യങ്ങളും എൻ്റെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സും ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ അതാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ പായസം. ഇത് നമ്മുടെ ബോളിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ആപ്റ്റായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് പാലട ഉണ്ടാക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പാൽപ്പായസം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തായാലും വെർമിസിലിയാണ് എല്ലാവരുടെ ഒരു ഓപ്ഷൻ അല്ലേ. അപ്പോൾ വെർമിസിലി പായസം നമ്മൾ നേരത്തെ തന്നെ LN ബ്ലോഗ്സിൽ കാണിച്ചു കഴിഞ്ഞു. അത് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇത് മിൽക്ക് മെയ്ഡൊന്നും വേണ്ട, പാലും മറ്റു കാര്യങ്ങളും വെച്ചിട്ട്. മാത്രമല്ല ഇതിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, അതെന്താണെന്ന് പറഞ്ഞുതരാം. അതായത് സാധാരണയായിട്ട് നമ്മൾ വെർമിസിലി വാങ്ങുന്നത് റെഡിമെയ്ഡ് പാക്കറ്റിൽ വാങ്ങുന്ന കൂടുതലും കിട്ടുന്നത് മൈദയിലുണ്ടാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഉള്ളൂ. അതിങ്ങനെ നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു സ്റ്റൈലല്ല. അത് ഗോതമ്പ് മാവിലുണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഗോതമ്പ് സേമിയ. അപ്പോൾ ഹോം മെയ്ഡ് ഗോതമ്പ് സേമിയ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെ തയ്യാറാക്കാൻ പോകുന്നു, അത് നിങ്ങളും അതുപോലെ തന്നെ തയ്യാറാക്കും. കാര്യം അത് അങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പ് മാവിൽ നമ്മളൊരു എന്താ പറയുക സേമിയ തയ്യാറാക്കാൻ പോകണം. എന്നിട്ട് ഒരു പാൽപ്പായസം ഉണ്ടാക്കും. അത് വളരെ രസമായിരിക്കില്ലേ. അപ്പോൾ അതിന് ഞാനിവിടെ ഉപയോഗിക്കാൻ പോണത് നമ്മുടെ എലൈറ്റിൻ്റെ. ഈ എലൈറ്റ് എന്നുള്ള ബ്രാൻഡ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, നമ്മൾ പൊറോട്ടാസ്, അതായത് വീശാത്ത പൊറോട്ട ചെയ്തപ്പോൾ ഏത് മാവാണ് ഉപയോഗിച്ചത്? എലൈറ്റിൻ്റെ മൈദാമാവ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു എലൈറ്റിൻ്റെ മൈദാമാവിനാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. കാര്യം പല ബ്രാൻഡ്സ്, ഒരുപാട് ബ്രാൻഡുകളുണ്ടല്ലോ നമുക്ക് ചുറ്റും. അതെല്ലാം തന്നെ നല്ലതായിട്ട് ആ ബ്രാൻഡ്സിനുമൊക്കെ മൈദാമാവും ഉണ്ട്, ഗോതമ്പ് മാവും എല്ലാം ഉണ്ട്. പക്ഷേ ഈ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ശരിക്കും നല്ലതായിട്ട് ഇങ്ങനെ ആ ഒരു ഫ്ലേക്കി ആയിട്ട് ലെയറായിട്ട് നമ്മൾ വലിക്കുമ്പോൾ ഇങ്ങനെ വരുന്നത്, കൂടുതൽ രസകരമായിട്ട് വരുന്നത് എലൈറ്റിൻ്റെ മൈദയിലാണ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മറ്റേതിലൊക്കെ പറ്റും, പക്ഷേ എങ്കിലും കുറച്ചുകൂടി ആ ഒരു ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അല്ലാത്ത സമയത്ത് കയ്യിൽ കിട്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇത് അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ വേറെ വാങ്ങാറുണ്ട്. എങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഞാൻ ചെയ്യുമ്പോൾ എലൈറ്റ് നല്ലൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എലൈറ്റുകാർ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് തന്നെ പരിചയമില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഓണ സമയം അവരുടെ തന്നെ വേറൊരു പ്രോഡക്റ്റ് ചക്കി ആട്ട എനിക്ക് കൊടുത്തു വിട്ടു. എന്നിട്ട് അതിൽ എന്തെങ്കിലും എനിക്കിഷ്ടമുള്ള ഒരു ഐറ്റം ഉണ്ടാക്കി കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ്സ് പൊതുവേ നല്ലതാണ്. ഞാൻ നല്ലതല്ലെങ്കിൽ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാറില്ല. അപ്പോൾ എലൈറ്റിൻ്റെ തന്നെ ചക്കി ആട്ടയുടെ ഇത് കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചു ഐ വാണ്ടഡ് ടു എക്സ്പെരിമെൻറ്റ് സംതിങ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാര്യം ഗോതമ്പ് മാവിൽ ഉണ്ടാക്കണം, ഈ ആട്ടയിൽ ഉണ്ടാക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്താണ് നമ്മളുടെ ഗോതമ്പ് സേമിയ പായസം. അപ്പോൾ സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റാണെങ്കിൽ അയ്യോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വായിലിട്ടാൽ അലിഞ്ഞു പോകും. മറ്റേ വെർമിസിലി നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങണ വെർമിസിലി അങ്ങനെ അലിഞ്ഞൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. അപ്പോൾ ഇതിൽ കുഴയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റ് എടുക്കാം. ഇതിൽ നിന്ന് 2 കപ്പ്. ഓക്കെ, അപ്പോൾ 2 കപ്പ് എലൈറ്റിൻ്റെ ചക്കിയാട്ട അതാണ് ഞാൻ എടുത്തത്. എന്തായാലും നമ്മൾ ആ ബ്രാൻഡിലുള്ളതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് പറയുകയാണ്. ഒരല്പം ഉപ്പാകാം, ഒരുപാട് വേണ്ട, മധുരമാണെങ്കിലും ഒരല്പം, ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടോളൂ. ആദ്യം ഒരു സിമ്പിളായിട്ടൊരു മിക്സിങ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കണം. പക്ഷേ ഇച്ചിരി കൂടെ ലൂസായിട്ട്, അത്രയും ടൈറ്റായിട്ട് വേണ്ട, ഒരല്പം ലൂസായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ആദ്യം മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നു. അപ്പോൾ 1 കപ്പ് പോരാ, ഇനി കുറച്ചുകൂടി. നമ്മളിപ്പോൾ ചപ്പാത്തിയുടെ അത്ര ആ കൺസിസ്റ്റൻസി അല്ല വേണ്ടത്. കാര്യം അങ്ങനെയാണെങ്കിലും നമുക്ക് കുറച്ച് പാടായിരിക്കും പിഴിയാനെല്ലാം. അത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവാണ്. ഇവരുടെ നല്ല ടെക്സ്ചറാണ് ഈ ആട്ട പൗഡറിന്, വെരി നൈസ്. ഇനി ഒരല്പം നെയ്യും കൂടി ചേർക്കാം. എന്നിട്ട് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ഒന്നുകിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ, രണ്ടാണെങ്കിലും പ്രശ്നമില്ല. ഇതേ ഒരു കൺസിസ്റ്റൻസി നോക്കിക്കോളൂ. ഇത് ഭയങ്കര ടൈറ്റല്ല, നമ്മളിങ്ങനെ ഫിംഗേഴ്സ് കുത്തുമ്പോൾ ഇങ്ങനെ താന്നു പോകുന്നത് കണ്ടില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി. ഇച്ചിരി കയ്യിലൊട്ടുന്ന പാകം തന്നെയാണ്. ഈ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പം മാവ് ഇവിടെ കുഴച്ച് വെച്ച് കഴിഞ്ഞു. ഇനി വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്
ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഉരുളിയിൽ നമ്മൾ ട്രഡീഷണൽ കാര്യമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഉരുളിക്കകത്ത് ഞാനിപ്പോൾ ഒരു 5 കപ്പ് 240 ml കപ്പിലാണ് ഞാൻ അളന്നിരിക്കുന്നത്. 5 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 1 കപ്പ് പാലും കൂടി ഒഴിക്കും. ഒരു കപ്പ് ഒഴിച്ചു. ഇനി ഒരു അല്പം കൂടി, ഓക്കെ, 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. തിളക്കട്ടെ, നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ പാലും വെള്ളവും കൂടി തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കുക. സാധാരണ നമ്മൾ ഇടിയപ്പമൊക്കെ എടുക്കില്ലേ, അതിനകത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട്, സാധാരണ അരിക്ക് ഇടിയപ്പം എങ്ങനെ അരിപ്പൊടി വെച്ച് നമ്മൾ ചെയ്യില്ലേ, അതുപോലെ ഈ ഗോതമ്പ് മാവിൽ ചെയ്യുന്നു. അപ്പോൾ ഗോതമ്പ് മാവ് കയ്യിലെടുക്കുമ്പോൾ കയ്യിൽ ഇച്ചിരി നെയ്യൊന്ന് തടവുക. അത് ഇച്ചിരി ലൂസായിട്ടല്ലേ നമ്മൾ പുരട്ടിയിരിക്കുക. എന്നിട്ട് ഇതേ നോക്കിക്കോളൂ. ഇത് ഇങ്ങനെ കയ്യിൽ ഞാൻ ഇച്ചിരി നെയ്യ് തടവിയിട്ടാണ് എടുത്തത്. ഇത് 2 സെക്ഷനാക്കി എടുക്കാം. ഇതിനകത്തേക്ക് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ഒരുപാട് ടൈറ്റായാൽ നമുക്ക് പിഴിയാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരല്പം ലൂസായിട്ട് എടുക്കണം. എന്നാൽ ടൂ മച്ച് ലൂസ് ആകരുത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തേക്ക് കയറ്റാനോ ഒന്നും പറ്റില്ല. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അതിനകത്ത് ഒട്ടി ഇങ്ങനെ ഇരിക്കും. അതും പാടില്ല. അപ്പോൾ രണ്ടും കറക്റ്റ് പാകമായിരിക്കണം. റെഡിയാക്കിയിരിക്കുകയാണ്. അതെ, വരാൻ റെഡി ആയിട്ടിരിക്കുവാണ്. പാലും വെള്ളവും കൂടി തിളച്ച് കഴിഞ്ഞു. ഇപ്പോഴത്തെ നല്ല തിള വന്നു, ഇങ്ങനെ പതഞ്ഞ് തിളച്ച് വരികയാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് സാധാരണ ഇടിയപ്പമൊക്കെ പിഴിയുന്ന പോലെ തന്നെയാണ്, വേറെ ഒരു മാറ്റമില്ല. നമ്മുടെ ഗോതമ്പ് ഇടിയപ്പം പോലെ ഇങ്ങനെ പിഴിയുക, ചുറ്റി കൊടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പാൽ വെള്ളം മിശ്രിതത്തിൽ കിടന്നത് വേഗം. ഇടയ്ക്ക് ബ്രേക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയാലും ഒരു പ്രശ്നമില്ല. ഇതെല്ലാം ചെറിയ പീസസ് ആയിട്ടത് ബ്രേക്ക് ആയിക്കോളും വെന്ത് വരുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ലോട്ട് ഞാനതിലേക്ക് പിഴിഞ്ഞൊഴിച്ചത് കണ്ടല്ലോ, നമ്മുടെ ഇടിയപ്പം മാതിരി. അതാണ് നമ്മളുടെ ഗോതമ്പ് വെർമിസിലി ആയി മാറാൻ പോണെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെർമിസിലി വേണ്ടേ. അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ വീണ്ടും ഫില്ല് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കാൻ പോകും. ഇപ്പം നമ്മൾ ആദ്യം ഇട്ട 2 സെറ്റും നന്നായിട്ട് വെന്ത് കഴിഞ്ഞത് നോക്കിയേ. നമ്മുടെ വെർമിസിലി ഇങ്ങനെ റെഡി ആയിരിക്കണം. പക്ഷേ ഇനി ഞാൻ ഒരു സെറ്റും കൂടി ഇടാൻ പോവാണ്. അത് കുഴപ്പമില്ല. ഇത് വെന്ത് പോയി, ഇത് ആദ്യം ഇട്ടത് ഓവർ കുക്ക്ഡായി പോവും, രണ്ടാമതിട്ട കുറവ്, അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെ തീ ഒരല്പം കുറച്ചിട്ട് ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് തന്നെ നമ്മുടെ വെർമിസിലി പിഴിഞ്ഞിടും. ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇളക്കരുത്, ഒന്ന് വേകാനായിട്ട് സമയം കൊടുക്കണം. അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനിയും ലാസ്റ്റ് ഇതിപ്പോൾ അവസാനത്തെ ഫില്ല് ചെയ്തതാണ്. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ഗോതമ്പ് വെർമിസിലിയും റെഡി. ഇനി ഞാൻ പാത്രം കഴുകാൻ വെച്ചിട്ട് ചട്ടവും കൂടി എടുത്തിട്ട് വരും. പായസമൊക്കെ സെക്കൻഡ് സ്റ്റേജൊക്കെ ആകുമ്പോൾ നമ്മൾ ചട്ടകം വെച്ച് ഇളക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇളക്കാവുള്ളൂ. ആദ്യം ഇട്ടതൊക്കെ പാകത്തിന് വെന്തു. ഇപ്പോൾ ലാസ്റ്റ് ഇട്ടത് എനിക്ക് ഇച്ചിരി വേകാനുണ്ട്. അപ്പോൾ ഈ ആട്ട എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവരുടെ മൈദ, എലൈറ്റിൻ്റെ മൈദ ആണെങ്കിൽ അത് 100% മൈദ തന്നെയായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ആ വിചാരിക്കുന്ന ടെക്സ്ചർ പൊറോട്ട ഉണ്ടാക്കിയപ്പോൾ കിട്ടിയത്. അതുപോലെ തന്നെ ഈ ചക്കി ആട്ടയിൽ ഒരു ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് 0% മൈദയും 100% ഹോൾ വീറ്റ് ആട്ടയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തെറ്റായിട്ട് അങ്ങനെ എക്സിബിറ്റ് ചെയ്യാൻ പാടില്ല എന്നല്ലേ, അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ആട്ടയുടെ നമ്മൾ ഗോതമ്പ് വാങ്ങിച്ച് വറുത്ത്, അതായത് വെയിലത്ത് വെച്ച് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു ടെക്സ്ചർ ഉണ്ടല്ലോ. അപ്പോൾ ആ നല്ല ഗോതമ്പിൻ്റെ മണം അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മൈദയുടെ പ്രസൻസ് ഇതിലില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല, ഭയങ്കരമായിട്ട് അതിങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് പ്യുവർ ആട്ട തന്നെയാണ്. പീസസൊക്കെ ഓൾമോസ്റ്റ് കുക്ക്ഡ് കാണുന്നുണ്ടല്ലോ. ഗെറ്റിംഗ് റെഡി. ഇനിയാണ് ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കും. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. 1 കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും. എനിക്ക് തോന്നുന്നത് 1/4 കപ്പ് മതിയാകും. പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാകും, ടൈറ്റ്നെസ് കുറച്ചുകൂടി കുറയും പഞ്ചസാര അലിഞ്ഞ് കഴിയുമ്പോൾ. നമ്മുടെ ആട്ടയുടെ വെർമിസിലി എല്ലാം വെന്ത് കഴിഞ്ഞു, എല്ലാം ഫൈൻ. ഇനി ഞാൻ പഞ്ചസാര ഇടാൻ പോകും. ഓക്കെ, ഇതൊക്കെ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിലായിട്ടുണ്ട്. സോ നൈസ്.
ഇപ്പം നമ്മുടെ ആട്ട വെർമിസിലി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൽ പഞ്ചസാര, ഇതിപ്പോൾ അര, അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് കൂടി, അപ്പോൾ 3/4 കപ്പ്. 3/4 to 1 കപ്പ് മാക്സിമം ചേർക്കാം. പക്ഷേ എനിക്ക് തോന്നിയത്, ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഞാൻ 1 കപ്പിലാണ് ചെയ്തത്. പക്ഷേ അത് ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി. അത് കാരണം ഇത് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടെത്തിയ പുതിയ ഡിഷാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നി 3/4 കപ്പ് ധാരാളം മതിയാകും. പിന്നെ ഇത് പഞ്ചസാരയുടെ കൂടെ കിടന്നിട്ടൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ പഞ്ചസാരയുടെ ആ ഒരു പച്ച കുത്തും പോകും. പിന്നെ ഈ എന്താ പറയുക, നമ്മുടെ സേമിയയിലേക്ക്, ഈ ആട്ട സേമിയയിലേക്ക് നന്നായിട്ട് മധുരം പിടിക്കുകയും ചെയ്യും. 1.5 കപ്പ് പാലും വെള്ളവും കൂടി ചേർത്തിട്ടല്ലേ നമ്മളിത് വേവിക്കുകയൊക്കെ ചെയ്ത്. ഇനി വീണ്ടും ഒരു 1.5 കപ്പ് പാലെടുക്കാം. അപ്പോൾ ഈ 1.5 കപ്പ് പാലൊന്ന് ചെറുതായിട്ട് ചൂടാക്കാം. എന്നിട്ട് നമുക്ക് മിൽക്ക് പൗഡർ കലക്കാം. അപ്പോൾ പാൽ ആവശ്യത്തിന് ചൂടായി. ഇനി ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വയ്ക്കുന്നു. അപ്പോൾ ഏത് ബ്രാൻഡാണെങ്കിലും ഉപയോഗിക്കാം. നല്ല ബ്രാൻഡിലുള്ളൊരു മിൽക്ക് പൗഡർ ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ നല്ല കുറുകിയ പാൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം. കുറച്ചുകൂടി തിക്കായിട്ടുള്ള മിൽക്ക് കിട്ടും. അപ്പോൾ നമ്മളിതിൽ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ പാലിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ പാൽപ്പൊടി കലക്കിയ പാലിൻ്റെ അതിലേക്ക് ഒഴിക്കും. ഓക്കെ, നമ്മളുടെ ആട്ട വെർമിസിലിയെല്ലാം പീസസ് ആയിട്ട് മുറിഞ്ഞ് നടക്കുന്നുണ്ടോ. കറക്റ്റ് ഒരു വെർമിസിലി പായസത്തിൻ്റെ ടെക്സ്ചറിൽ തന്നെ കിടക്കണം. അതിനെക്കാട്ടിലും ബെറ്ററായിട്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മൈദയിലുള്ള വെർമിസിലിയെക്കാട്ടിലും നല്ല ഭംഗിയും ടേസ്റ്റുമാണ് കേട്ടോ. കുറച്ചുകൂടി നന്നായിരിക്കുന്നില്ലേ, പാലൊക്കെ നല്ല കളർ. പിന്നെ ഇതിലൊരു നാച്ചുറലായിട്ടുള്ളൊരു കുറുകൽ എന്തായാലും ഉണ്ടാകും. കാരണം ഇത് ഗോതമ്പാണ്, ആട്ട. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഗോതമ്പ് കലക്കി ഉണ്ടാക്കുന്ന കുറുക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ ഗോതമ്പിൻ്റെ പാല് കൊണ്ടുണ്ടാക്കുന്ന കുറുക്ക്, അങ്ങനെയല്ല, ഗോതമ്പ് കുറുക്കൊക്കെ പോലെ ആ ഒരു ടേസ്റ്റ് ഇതിനകത്ത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. പായസമാണെങ്കിലും വെറുതെ ഒരു വെർമിസിലി പായസം കഴിച്ചിട്ട് എന്താ കാര്യം, അതിനൊരു പ്രത്യേക രുചി വേണ്ടേ. അത് നമ്മളുടെ ഈ ഒരു പായസത്തിന് കിട്ടും. പിന്നെ ഒരു നല്ല തിള വരട്ടെ, അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നല്ല കുറുകിയ റിച്ചായിട്ടുള്ള ഗോതമ്പ് വെർമിസിലി പായസം അഥവാ ആട്ട വെർമിസിലി പായസം ഇവിടെ റെഡി. അതിന് ചക്കി ആട്ടയ്ക്ക് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാം അല്ലേ, ആ ലൈറ്റിൻ്റെ കംപ്ലീറ്റ് അതിലല്ലേ ഞാൻ ചെയ്തത്. അപ്പോൾ അതിന് ശരിക്കുള്ള ഗോതമ്പ് മാവിൽ തന്നെ എനിക്ക് കിട്ടി. ഇനി ഞാനിതിൽ നല്ല പായസം എന്ന് പറഞ്ഞാൽ എന്താ, ഏലക്കയുടെ മണം 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ആകാം. ഇതിപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ നല്ല ഫ്രഷായിട്ട് ഞാൻ പൊടിച്ചെടുത്ത് ഏലക്കാപ്പൊടി. എന്താ മണം, എന്താ മണം. പിന്നെ ഇതിപ്പോൾ നമ്മൾ ചൂടോടുകൂടി ഒരു തിള വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് പിന്നെ ഇരുന്ന് കുറുകാനുള്ളൊരു സാധ്യത കുറച്ചുണ്ട്. കാരണം ഇത് ആട്ടയിലുണ്ടാക്കുന്നതല്ലേ, നല്ല ഒരു കൊഴുപ്പൊക്കെ കിട്ടും, ഭയങ്കര ടേസ്റ്റാണ്. പാല് നോക്കി, ഒരു പാലടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു കളർ വന്നിട്ടുണ്ട്, ചെറിയൊരു ലൈറ്റ് യെല്ലോ കളർ, പാൽപ്പായസമൊക്കെ പോലെ. മധുരം കറക്റ്റായിരിക്കും കേട്ടോ. ഇത് 3/4 കപ്പ് പഞ്ചസാര മതി. അപ്പോൾ നല്ലൊരു തിള വന്നു. ഇനി വേറൊന്നും ചെയ്യാനില്ല. ഇനി നമ്മളൊരു ലാസ്റ്റ് പണി എന്താ, ഓഫ് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിടണം നെയ്യിൽ. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുക്കാനായിട്ട് വേറൊരു പാത്രത്തിൽ തന്നെ വറുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് വറുത്തിടാമല്ലോ, എത്ര വേണം എന്നൊന്നും ഒരു കണക്കില്ല, ഇഷ്ടത്തിന്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ കാര്യം ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇരുന്ന് കുറുകാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ചുകൂടി ഒന്ന് കുറുകും. അപ്പോൾ അതിനെ ഇച്ചിരി കൂടെ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വെള്ളം, ചെറു ചൂടുവെള്ളം ഒഴിക്കുക, അതല്ലെങ്കിൽ ചെറിയ ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കുക. ആ ബോളിയിലേക്കൊക്കെ ഇങ്ങോട്ട് ഒഴിച്ച് കഴിക്കണം കേട്ടോ. എന്താ ടേസ്റ്റ് അറിയാം. ഞാനിത് ഉണ്ടാക്കി ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഞാനിങ്ങനെ ഈ എലൈറ്റിൻ്റെ ചക്കയാട്ട വെച്ച് എന്താണ് ഒരു പുതിയ കാര്യം ഉണ്ടാക്കേണ്ടത്, അതിന് പറ്റിയൊരു കാര്യം, ഒരു സ്പെഷ്യൽ ഐറ്റം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാര്യം ബറോട്ടയ്ക്ക് ഞാൻ ഓൾറെഡി അവരുടെ മൈദ യൂസ് ചെയ്തതാണ്, എനിക്കറിയാം. ആദ്യം തൊട്ട് ഞാൻ അതാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ഇത് ഞാൻ ഇപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനായിട്ട് വെറുതെ ഒരു ആട്ട കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് നെയ്യ് എടുക്കാം. They almost ready. ബബിൾ നല്ല ഗുണ്ടുമണിയായി വരുന്നുണ്ടോ നമ്മുടെ മുന്തിരിങ്ങ. നൈസ്, ഐ ലൈക്ക് ദിസ്. അണ്ടിപ്പരിപ്പും കിസ്മിസും ഈ നെയ്യോടുകൂടിയാണ് ഞാൻ പായസത്തിൻ്റെ വെള്ളയിലേക്ക് ഒഴിക്കുന്നത്.
പിന്നെ ഞാനൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണേ. ആഹാ, നല്ല കുറുകിയ വെർമിസിലി, അതായത് ആട്ട വെർമിസിലി പായസം. ഇത് എലൈറ്റിൻ്റെ ചക്കി ആട്ട വെച്ചിട്ടാണ് ഞാൻ ഈ വെർമിസിലി തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടതാണല്ലോ എല്ലാം. അപ്പോൾ ഇത് ഒരല്പം തണുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കുറുകിയത് കണ്ടല്ലോ അല്ലേ? അത്യാവശ്യം നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ഇതിനെ ഇച്ചിരി കൂടെ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം. ഐതർ ചെറു ചൂടുള്ള പാല് 1 കപ്പ് വരെ ഒഴിച്ച് കൊടുക്കാൻ വേണമെങ്കിൽ നോക്കിയിട്ട് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ, അല്ലെങ്കിൽ ചൂടുവെള്ളമായാലും മതിയാണ്. ഇനി കുറച്ച് ടേസ്റ്റ് ചെയ്യണ്ടേ? ഓക്കേ, ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇറ്റ് വാസ് എക്സലൻറ്റ്. എനിക്ക് നല്ലതായിട്ട് വന്നു, അത് നല്ല രീതിയിൽ ശരിയായി വന്നു. മധുരം അല്ലേ? ഞാനിപ്പോൾ ചവയ്ക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. നമ്മുടെ സേമിയ ചവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെൽറ്റിങ് ഇൻ മൈ മൗത്ത്. പിന്നെ മിൽക്ക് മെയ്ഡേ ചേർത്തിട്ടില്ല, പക്ഷേ അതിനെക്കാട്ടിലും ടേസ്റ്റായിട്ടിരിക്കണം. ആ പാല് മാത്രമേ ഉള്ളൂ. പാലും കുറച്ച് പാൽപ്പൊടി മിക്സ് ചെയ്ത് ലാസ്റ്റ് ചേർത്തു. പിന്നെ പാലിൽ കിടന്നാണ് ഇത് വെന്തത്. പിന്നെ ആ ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടും. നമുക്ക് ഗോതമ്പ് കുറിക്കിയതൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റില്ലേ, അത് കുറേ കിട്ടും. വെറുതെ ഒരു മൈദയുടെ വെർമിസിലി ഉണ്ടാക്കി കഴിക്കുന്ന പോലെ അല്ല. വെരി വെരി ടേസ്റ്റി. നിങ്ങൾക്കിത് ഇടിയപ്പത്തിന് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ഗോതമ്പ് ഇടിയപ്പത്തിന് സെയിം മെത്തേഡാണ്. ഉള്ളി തിങ്ങീസ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നു, സ്റ്റീം ചെയ്യുന്നു. സാധാരണ അരി മാവിലുണ്ടാക്കുന്ന ഇടിയപ്പം പോലെ, അത്ര വ്യത്യാസമേ ഉള്ളൂ. സിമ്പിളാണ്. ഗോതമ്പ് ഇടിയപ്പവും ഇങ്ങനെ തന്നെ ചെയ്യാം. ഇത് നമ്മൾ വെർമിസിലി ആയിട്ട് പായസം നേരെ വെള്ളത്തിലേക്കല്ല ഇട്ടെ, വെള്ളത്തിൽ കിടന്ന് വെള്ളം പാല് മിശ്രിതത്തിൽ കിടന്നാണ് വേകുന്നത്. നിർത്താനേ തോന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന്, അതായത് നമ്മുടെ ഓണം 2020 വലിയ കേമൊന്നും അല്ല. നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ആഘോഷിക്കാനുള്ളൊരു മാനസികാവസ്ഥ അല്ല. എങ്കിൽ പോലും നമ്മൾക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയില്ലേ. ഇപ്പോഴത്തെ എന്തായാലും നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് വെക്കണ്ടേ, ഏതൊരു പ്രതികൂല സാഹചര്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ സെലിബ്രേഷൻസ്. അപ്പോൾ എന്തായാലും ഒരു പായസം ഉണ്ടാക്കണം. അപ്പോൾ ഏത് പായസം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ തന്നെ പലതരം പായസം തയ്യാറാക്കി കാണിക്കാൻ പ്ലാനുണ്ട്. അതിൽ ഒരു പായസമായി നിങ്ങൾ അമ്പിസ്വാമി ഉണ്ടാക്കിയ പാലട പ്രഥമൻ കണ്ടു കഴിഞ്ഞു. ഇനിയും പായസങ്ങൾ നിങ്ങൾക്ക് LN ബ്ലോഗ്സിലൂടെ കാണാം. അപ്പോൾ എലൈറ്റിൻ്റെ ചക്കി ആട്ട കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഗോതമ്പ് അല്ലെങ്കിൽ ആട്ട വെർമിസിലി പായസം നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ തരണം. നിങ്ങൾ ഈ ഓണത്തിന് ഏത് പായസമാണ് ഉണ്ടാക്കുന്നതൊക്കെ പറയണം. നോക്കി എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളിയതല്ല, സത്യം പറഞ്ഞാൽ ഈ ഉരുളിയുടെ സൈഡിലൊന്ന് ചെറുതായിട്ട് തട്ടി. ഞാനിങ്ങനെ വെർമിസിലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷേ ഞാൻ ഇച്ചിരി ഒരു ഓയിൽമെൻറ്റ് പരട്ടിയിരിക്കുകയാണ്. കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് തീരുന്നില്ല കേട്ടോ, ഇനിയും ഉണ്ട്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഓണം സീരീസ് നടക്കുകയാണ്. അപ്പോൾ നാളെയും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഓണം ഐറ്റമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.